ചക്കുവള്ളം മണ്ടമേട് പഞ്ചായത്തുകളിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. ചക്കുവള്ളത്ത് റെജിമോൾ ഷിബിയും മണ്ടമേട്ടിൽ സൂസൻ ജേക്കബുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF ഭരണം നേടിയ ചക്കുവള്ളം പഞ്ചായത്തിൽ ആദ്യത്തെ 2.5 വർഷത്തേക്കാണ് റെജിമോൾ ഷിബി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ 5 വോട്ടുകൾക്കെതിരെ 11 വോട്ടുകൾ നേടിയാണ് റെജിമോൾ വിജയിച്ചത്. കോൺഗ്രസ് പ്രതിനിധിയായ റെജിമോൾ 5ാം വാർഡ് അംഗമാണ്. പഞ്ചായത്തിലെ അടിസ്ഥാന വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം റെജിമോൾ ഷിബി പറഞ്ഞു. നമ്മുടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിലും പ്രധാനമായിട്ട് വഴിവിളക്കുകൾ, പിന്നെ കുറേ റോഡുകളൊക്കെ വളരെ മോശമായ അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം എന്താണോ ജനങ്ങൾക്ക് ആവശ്യം, അവരുടെ ആവശ്യമനുസരിച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എങ്കിലും ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യമേ തന്നെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 11ാം വാർഡ് അംഗമായ ബാബു കോട്ടയ്ക്കൽ തെരഞ്ഞെടുക്കപ്പെട്ടു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ അനുമോദന യോഗം ചേർന്നു. വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റായി 12ാം വാർഡ് അംഗമായ സൂസൻ ജേക്കബ് തെരഞ്ഞെടുക്കപ്പെട്ടു. സൂസൻ ജേക്കബിന് 12 വോട്ടുകളും LDF സ്ഥാനാർത്ഥിക്ക് 6 വോട്ടുകളും ലഭിച്ചു. 2 സ്വതന്ത്ര അംഗങ്ങൾ സൂസൻ ജേക്കബിന് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. 2 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതിനിധിയായ ബിജു തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പഞ്ചായത്ത് ഹാളിൽ അനുമോദന യോഗം ചേർന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ പുതിയ ജനപ്രതിനിധികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.